ലക്ഷ്മണന്റെ കട കഴിഞ്ഞുള്ള ഭാഗത്തേക്കാണ് കൂടുതൽ ക്വാണ്ടിറ്റി ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ എന്റെ ബലമായ സംശയം, എന്റെ അനുഭവം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ലോറി തീർച്ചയായിട്ടും ആ ലാൻഡ് സ്ലൈഡിന്റെ ഇതിൽ ഒന്ന് ഫ്ലോട്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് ആ വെറ്റ്ലാൻഡ് പ്രദേശം, അതായത് അത് നമ്മുടെ ഒരു പരിശോധന പറഞ്ഞതാണ് 16 ഫീറ്റ് ഉണ്ടെന്നാ പറയുന്നത്, അങ്ങോട്ട് വീണിരിക്കാം എന്നുള്ളതാണ് എന്റെ ഇപ്പൊ വരെയുള്ള സംശയങ്ങൾ. കാരണം യൂട്യൂബിലൊക്കെ തിരയുമ്പോഴത്തേക്കും ഈ സംഭവം നടന്നിട്ട് ഒരു വിത്തിൻ മിനിറ്റ്സില് ഈ ഭരണകൂടത്തിനെ അറിയിക്കുന്ന ഒരു കന്നഡ സഹോദരന്റെ ഫോൺ കോൾ കണ്ടായിരുന്നു. അതിനിപ്പുറത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ആക്സിൽ ട്രക്കും ഒരു LPG സിലിണ്ടറും ഭാഗികമായിട്ട് പരിക്കുപറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ലക്ഷ്മണന്റെ കടയുടെ അപ്പുറത്തേക്ക് എന്തായാലും ഈ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ നിഗമനം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇനിയിപ്പോ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 ഫീറ്റില് ഭൂമിന് നീളമുള്ള ഹിറ്റാച്ചി, അതിപ്പോ ഞാൻ കുറച്ചു മുമ്പേ ആ ഇതിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ആ എക്സവേറ്ററിൽ വീതി കുറഞ്ഞ ബക്കറ്റ് ഇട്ട് നമ്മൾ ഒരു ട്രഞ്ച് പോലെ എടുത്തെടുത്ത് പോയാൽ ഒരു പക്ഷേ അത് സാധ്യമായ അവിടം വരെ എടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ ബക്കറ്റിൽ തടയാനുള്ള സാധ്യത എന്തെന്നുള്ളതാണ് എന്റെ ബലമായ സംശയം. പുഴയിലേക്ക് എത്രത്തോളം പോയിട്ടുണ്ട് എന്നുള്ളത് അതിനെ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ LPG സിലിണ്ടർ, ഒരിക്കൽ LPG സിലിണ്ടറിനെ അതിന്റെ നമ്മളൊന്ന് പരിശോധിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ LPG സിലിണ്ടറിലെ ആ സിലിണ്ടറിൽ ഉണ്ടായിരിക്കുന്ന ആഘാതം അത് നമ്മുടെ ഈ അർജുന്റെ വണ്ടി വന്ന് ഇടിച്ചതാണോ, അതോ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗങ്ങൾ വന്നിടിച്ചിട്ട് സ്വമേധയാ ഇത് ഈ ലക്ഷ്മണന്റെ കടയും തരിപ്പണമാക്കിക്കൊണ്ട് പുഴയിലേക്ക് പോയതാണോ? ഒരു പറയട്ടെ, കാരണം ഈ LPG സിലിണ്ടർ എന്ന് പറയുന്ന വലിയൊരു ബോംബാണ്. അത് അവിടുന്ന് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇതാക്കി അൺലോഡ് ചെയ്ത് കൊണ്ടുപോയത് വളരെ ഭാഗ്യമാണ്. നേരെ മറിച്ച് അത് അവിടെ ഒന്നും ഒരു ബ്രേക്ക് ആകുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള ഈ ദുരന്തത്തിന്റെ ഭീകരാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും അത് ഭാഗ്യവശാൽ അതിന് ഒരു കുഴപ്പം കൂടാതെ വെള്ളത്തിലോട്ട് പോയി. വെള്ളത്തിൽ ഒഴുകി നടന്നത് നമ്മളുടെ ഈ ട്രക്കൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതിന് മുന്നേ ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ടു, അവിടെ അൺലോഡിങ് ചെയ്ത് കൊണ്ടുപോയി. അത് വളരെ ഭാഗ്യമാണ്. ഇനിയിപ്പോ നമുക്ക് തിരയേണ്ടത് അർജുന്റെ വാഹനം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ അതിന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന തെരച്ചിൽ അഭികാമ്യമാണെന്ന് തോന്നുന്നു. കാരണം 2018 മുതൽ വളരെയേറെ ലാൻഡ് സ്ലൈഡുകളും ഉരുൾപൊട്ടലുകളും കണ്ട ഒരു പരിചയത്തിന്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ആശാവഹമായൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ഏകദേശം ഒരു 40 ടൺ വെയിറ്റ് ഉണ്ട് ഈ ലോറി അപ്രോക്സിമേറ്റ്ലി. അപ്പൊ അത് റോഡിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കട്ടിംഗ് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ ലാൻഡ് സ്ലൈഡിന്റെ കൂട്ടത്തിൽ താഴോട്ട് ഇരുന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇരുന്ന് പോണതിന്റെ ഒപ്പം തന്നെ പുറകിൽ വരുന്ന ഹ്യൂജ് ക്വാണ്ടിറ്റി ക്ലേകൾ അതിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിനെ പിന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാമതൊരു കാര്യം, തീർച്ചയായിട്ടും ഈ വാഹനത്തിലുള്ള ലോഡാണ്, അത് ഹ്യൂജ് ക്വാണ്ടിറ്റി മരക്കഷ്ണങ്ങളാണ്, നല്ല കട്ടൻസുകളാണ്. ഇത് ഈ ഒരു നമ്മുടെ ഗൂഗിളിലൊക്കെ തിരയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു വാഹനം ഇനി വെള്ളത്തിൽ പെട്ടു എന്നിരിക്കട്ടെ, ആ വെള്ളത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു വാഹനം പൊങ്ങി വരണമെങ്കിൽ, അതായത് വണ്ടിയുടെ വെയിറ്റും ഈ ക്വാണ്ടിറ്റിയും കൂടി കണക്കാക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 60 ടൺ വെയിറ്റ് ലോഡ് ഈ വാഹനത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൽ നിന്നും പൊങ്ങി അതൊന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പഠനം കണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ മൺകൂനയ്ക്കകത്തോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ അത് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് പരിശോധിക്കണം. ഇവിടെ നമുക്കൊരു ശ്രീ ആർ ജയദേവൻ, അവിടെയാണ് ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഗംഗാവാലി നദി. നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്, രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരച്ചിലുള്ള പുതിയ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കവേറ്റർ കൊണ്ടുള്ള പരിശോധനയാണ് ഇനി
നടത്താനുള്ളത്. മണ്ണ് കൂടുതലായി ഉറച്ചുപോയ ഭാഗത്തു നിന്ന് മാറ്റാനായിട്ടാണ് പുഴയോരത്ത് പരിശോധന നടത്തുന്നത്. നോക്കൂ ശ്രീ ആർ ജയദേവൻ, ശക്തമായ അടിയൊഴുക്ക് ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ നദിയുടെ താഴ്ച 25 അടിയിലേറെ താഴ്ചയുള്ള നദിയുടെ മുകളിലാണ് ഒരു കൂമ്പാരം പോലെ മണ്ണ് കൂടി നിൽക്കുന്നത്. അത് മധ്യഭാഗത്താണ്. ഏകദേശം ചില സിഗ്നലുകളൊക്കെ കിട്ടുന്നു ആ ഭാഗത്ത് നിന്ന് എന്നാണ് നേരത്തെ വരുന്ന അനുമാനങ്ങൾ. നേരത്തെ കിട്ടിയതുപോലെ റോങ് സിഗ്നൽ ആകാം, അല്ലെങ്കിൽ ലോറിയുടെ തന്നെ സിഗ്നൽ ആകാം. അപ്പോൾ അവിടെ നിന്ന് ഈ ലോറി കണ്ടെത്തുകയാണെങ്കിൽ അത് ഉയർത്തിയെടുക്കുന്നതിന് ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സഹായം ആവശ്യമായി വരില്ലേ? എയർഫോഴ്സിന്റെ സഹായവും ആവശ്യമായി വരില്ലേ? കാരണം ലോഡായിട്ടുള്ള വണ്ടിയാണ്. ആ ലോഡ് അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഉയർത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നദിയുടെ ഒരു വീതി, ഇപ്പോൾ ആ അപകടമുണ്ടായ ഇടത്തൊക്കെ ഒരു 300 മീറ്റർ വീതിയുണ്ട്. അതിൻ്റെ ഒത്ത നടുവിൽ ഒരു മൺകൂന, അത് താങ്കളും കണ്ടു കാണുമല്ലോ. ആ മൺകൂനയ്ക്ക് അടിയിൽ ലോറിയുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കടയിരുന്ന ഭാഗത്ത് താഴേക്ക് ഇരുന്നു പോയ രീതിയിൽ ഒരു മൺതിട്ടയുണ്ട്. അതിന് മുകളിൽ മണ്ണിങ്ങനെ വീണ്ടും കൊണ്ടുവന്നിട്ടു. അത് വലിയൊരു മൺകൂനയായി. ഈ 2 മൺകൂനകളിൽ താങ്കളുടെ ഒരു അനുമാനം എന്താണ്, സമാനമായ സാഹചര്യങ്ങൾ കണ്ടിട്ടുള്ളയാളെന്ന നിലയിൽ? തീർച്ചയായിട്ടും അതിലേക്ക് വരാം. നമുക്കിപ്പോ 2 വാഹനങ്ങളാണ്. ഒരു വാഹനത്തിന്റെ സിലിണ്ടർ മാത്രമേ, അതായത് LPG ലോഡർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ആ വാഹനത്തിന്റെ ക്യാബിനും എഞ്ചിനും കിട്ടാനുണ്ട്. അതെവിടെ പോയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിന്റെ വെയിറ്റ് കാരണം അത് മൂവ് ചെയ്തിട്ടില്ലായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഒരു അനുമാനം എന്ന് പറയുന്നത്, ഈ കൂനകൾക്ക് അപ്പുറത്തേക്ക്, കൂന എന്ന് പറയുന്നത് എന്റെ പരിശോധന അവിടെ കൂനയല്ല, ശരിക്കും ഒരു ബണ്ടാണ് രൂപം കൊണ്ടത്. കാരണം നമ്മുടെ ഒരു കണ്ടെയ്നർ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ വായ്മൊഴിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്, ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നദി കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വന്ന ഹീറ്റ് ക്വാണ്ടിറ്റി ഈ സോയിൽ മുഴുവൻ അവിടെ അടിച്ചു കൂടിയിട്ട് ഒരു ബണ്ട് പോലെ രൂപം കൊള്ളുകയും അതിന്റെ ഇമ്പാക്റ്റിൽ അപ്പുറത്തേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തേക്ക് അടിച്ചു കയറുകയും അവിടുത്തെ വീടുകൾ നാമാവശേഷം, ഇതൊരു സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റുകൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ബണ്ട് രൂപം കൊള്ളുകയും ഒഴുക്കിന്റെ പവറിൽ വീണ്ടും ഒഴുക്ക് പുനരാരംഭിക്കുകയും, അതുകൊണ്ടാണ് അവിടെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത ഒന്ന് കണ്ടുവെങ്കിലും പിന്നെ പെട്ടെന്ന് മാറിയത്. പക്ഷെ അതിൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ടത് ആ ബണ്ടിന് അപ്പുറത്തേക്ക് ഒഴുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പിരമിഡ് പോലെ ആ ബണ്ടിന്റെ തീവ്രത എത്രയാണെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന മുകളിൽ കാണുന്ന കൂനയ്ക്കും അതിൽ താഴോട്ട് അന്വേഷിക്കുന്നത് ഭയങ്കരമായ ഒരു പിരമിഡ് ആയിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് ഇനിയിപ്പോ ഇന്നലെ ഒരു റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ, അത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ എയർലിഫ്റ്റ് കളഞ്ഞ് കുറേശ്ശെ കളഞ്ഞിട്ട് അവിടുത്തെ അതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം ആ മണ്ണിനെയും വലിയ പാറകൾ ഉണ്ടാകാം. അത് നമുക്ക് പരിശോധിക്കാനുള്ള സാധ്യതകൾ അങ്ങനെ പരിശോധിക്കാം. ഇപ്പോഴുള്ള ഇതൊക്കെ നടന്നുകൊള്ളട്ടെ, അതിൽ നിന്നും തീർച്ചയായും അങ്ങ് ദയവായി തുടരണം. ഫയർഫോഴ്സിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള സെർച്ച് ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുക എന്ന് അങ്ങയുടെ വൈദഗ്ധ്യം കൂടി ഈ നിർദ്ദേശങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ലക്ഷ്മണന്റെ കടയുടെ താഴെ ഭാഗത്ത് നേരത്തെ നടക്കുന്നത് നമ്മൾ കണ്ടത്. നദിയിലെ പരിശോധനയും തുടരുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും കൃത്യമായി സിഗ്നലുകൾ, സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിലൂടെ കൃത്യമായി സിഗ്നലുകൾ ഉറപ്പിച്ച ശേഷം അവിടേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കുക, അങ്ങനെയുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. നദിയിലെ തെരച്ചിലിന്റെ തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നദിയുടെ നടുവിലൊരു മൺകൂനയുണ്ട്, അതൊരു തിട്ട പോലെയായി മാറിയിരിക്കുകയാണ്. അത് മണ്ണൊലിച്ചുപോയ മറുഭാഗത്തിനും അതുപോലെ തന്നെ മല ഇടിഞ്ഞു വീണ ഭാഗത്തിനും ഒത്ത നടുവിലാണ്. അതോടൊപ്പം ഈ കടയിരുന്ന ഭാഗത്തേക്ക് മണ്ണിരുന്നു പോയ ഇടത്തും സിഗ്നലുകൾ കിട്ടുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്.